പാലാക്കാരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ MLA മാണി സി കാപ്പനെ നിങ്ങൾ ഇങ്ങനെ തള്ളിപ്പറയരുത്. അർത്ഥസത്യങ്ങൾ പറഞ്ഞ് കാപ്പനെ കൊച്ചാക്കുന്നതിൽ ആനന്ദം കാണുന്ന കുറെ പേരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ട്. ആ മനുഷ്യൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? തോൽവിയെ വിജയത്തിന്റെ മുന്നോടിയായി കണ്ട് മഹാനായ ബ്രൂസ് രാജാവിനെ പോലെ ചിലന്തിയെ മാതൃകയാക്കി 4 പ്രാവശ്യം തോറ്റിട്ടും 5ാമത് പൊരുതി ജയിച്ചതാണോ അയാൾ ചെയ്ത തെറ്റ്? 4 പ്രാവശ്യം പൊരുതി തോറ്റ ഒരാൾക്ക് 1 പ്രാവശ്യം തോറ്റ ആളെ തോറ്റവനെന്ന് വിളിക്കുന്നതിന് നിയമപരമായി എന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്കറിയാൻ മേലാൻ ചോദിക്കുക. അദ്ദേഹത്തിന് ഭാവനയുടെ കുറച്ച് കുറവുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കുകയും അത് അസ്ഥാനത്തായി പോവുകയും ചെയ്യാറുണ്ട്. അത് സത്യത്തിൽ നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. കാപ്പന്റെ പഠനമനുസരിച്ച് ക്യാൻസർ ഒരു പകരുന്ന അസുഖമാണ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജനങ്ങളും അങ്ങനെ തന്നെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പാലാ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് സൂക്ഷ്മതയോടെ വേണമെന്ന അർത്ഥത്തിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അദ്ദേഹത്തിന്റെ നിലവാരത്തിലുള്ള ഏതോ ആശുപത്രിയിലെ മൈക്കാട് പണിക്കാരനോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് പറഞ്ഞതെന്നാണ് നിങ്ങളിൽ ചിലർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അദ്ദേഹം പുതുതായി വികസന പദ്ധതികൾ ഒന്നും കൊണ്ടുവന്നില്ലെന്നാണ് മറ്റൊരു ആക്ഷേപം. ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്ത് ജീവിക്കുന്ന കാപ്പനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും പാലായുടെ നിലവാരത്തിലേക്ക് ഉയരണമെന്ന ആഗ്രഹമാണുള്ളത്. അതിലെന്താണ് തെറ്റ്? മുൻകാലങ്ങളിലെ പാലായിലെ MLA ഒരു 10 പതിറ്റാണ്ടിനപ്പുറമുള്ള വികസനമാണ് പാലായിൽ നടത്തി വെച്ചിരിക്കുന്നത്. അന്ന് മറ്റ് നിയോജകമണ്ഡലത്തിലുള്ള MLA കയ്യും കാലും ഇട്ട് അടിക്കുകയായിരുന്നു. നിങ്ങൾക്കാർക്കും അന്നൊരു വിഷമവും തോന്നിയില്ലല്ലോ. പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് ഒരു മണ്ടൻ ആശയമാണെന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയ കാര്യമാണ്. മാണി എന്തായിരുന്നു മനസ്സിൽ കണ്ട ഭാവനയെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. നിങ്ങളത് മുൻപേ ചോദിച്ച് മനസ്സിലാക്കി വിശദമായി പറയേണ്ടതായിരുന്നു. IIIT മുഴുവൻ തേങ്ങയാണെന്ന് പറഞ്ഞത് ശരിയാ. അതെന്ത് തേങ്ങയാണെന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ജോസ് കെ മാണി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ വിശദമായി പറയുന്നില്ലെന്ന് കാപ്പൻ പറഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം അങ്ങനെ കണ്ടാൽ മതി. ഞാനിത് ഇത്രയൊക്കെ പറയാൻ കാര്യം, കഴിഞ്ഞ ആഴ്ച ഞാൻ തൊടുപുഴയ്ക്ക് പോയി. തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പാലായിക്ക് വരുന്ന വഴിയാണെന്ന് പറഞ്ഞപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ പാലായിൽ നിന്ന് പൊൻകുന്നത്തിന് പോകുന്ന വഴിക്ക് ഇടതുവശത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിന് മുന്നിൽ കാർ പാർക്ക് ചെയ്ത് കാത്തിരിക്കുമ്പോൾ ആ സ്നേഹിതനും എത്തി. ഞങ്ങൾ സംസാരിച്ച് ആ വെയിറ്റിംഗ് ഷെഡിനകത്തേക്ക് കയറി. മനോഹരമായ ആ വെയിറ്റിംഗ് ഷെഡ് കാപ്പന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചതാണെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ചെറിയ മാർബിൾ ഫലകം അത് കണ്ടപ്പോൾ അതിലെഴുതി വെച്ചിരിക്കുന്നത് 2018-19 MLA വികസന ഫണ്ടിൽ നിന്നും അനുമതി കിട്ടിയ പദ്ധതിയാണെന്നാണ്. പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് കാപ്പനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കുകയും ചെയ്തു. സത്യത്തിൽ മാണി MLA ആയിരിക്കുന്ന കാലത്ത് പണം അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതിയുടെ നെഞ്ചത്ത് കാപ്പൻ സ്വന്തം പേര് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. എത്ര മനോഹരമായ പാലാ മണ്ഡലം! ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. കഴിഞ്ഞ 7 കൊല്ലമായി പുതിയ വികസനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ പാലക്കാർ തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്ന് MLA ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ? അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയായിരുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. സത്യത്തിൽ മാണിയാണ് നിങ്ങളെ ചീത്തയാക്കിയത്. ആർക്കും ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ അവസരമില്ലാതാക്കി. അങ്ങനെ ഇല്ലാതാക്കി കളഞ്ഞത് അദ്ദേഹം ഒരൊറ്റ ഒരാളാണ്. അതിന് കാപ്പനെ കോപ്പൻ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അനുഭവിച്ചോ?